ഹലോ, വെൽക്കം ടു അവർ ഓഫർ. ഇന്നത്തെ സ്പെഷ്യൽ കേക്കാണ്. ഒരു അര കപ്പ് പഞ്ചസാര പൊടിച്ചെടുക്കുക. അരയാകാം, 1/4 കപ്പാവാം. അത് പൊടിച്ചെടുക്കുക. പിന്നെ ഒരു ട്രേയിൽ നമ്മൾ അതിനൊരു പാത്രത്തിൽ കുറച്ച് സൺഫ്ലവർ ഓയിലൊന്ന് തടവി വെക്കുക. എണ്ണ കൂടിക്കഴിഞ്ഞാൽ കേക്ക് സൈഡൊക്കെ കരിഞ്ഞു പോകും. പിന്നെ വേണമെങ്കിൽ നമുക്കതിൻ്റെ അടിയിൽ ഒരു ബട്ടർ പേപ്പർ വെക്കാം. അതായത് ഒരു വെള്ള ഷീറ്റിൽ കുറച്ച് എണ്ണ ഒന്നും തുടച്ചെടുത്ത് കഴിഞ്ഞാൽ അത് ബട്ടർ പേപ്പറായി. അപ്പോൾ നമുക്ക് കേക്ക് എടുക്കാൻ നല്ല എളുപ്പമാണ്. 3 മുട്ട. ഞാൻ ഇതിൻ്റെ വൈറ്റും യോക്കും ഞാൻ വേർതിരിച്ചിട്ടില്ല. ഞാൻ ഒരുമിച്ചിട്ട് തന്നെയാണത് ബീറ്റ് ചെയ്തത്. അപ്പോൾ ഇപ്രാവശ്യം എൻ്റെ കയ്യിലൊരു മിക്സറുണ്ട്, അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഇത് യൂസ് ചെയ്തത്. മുമ്പ് ഞാൻ മിക്സിയിലാണ് ചെയ്ത് നോക്കിയിരുന്നത്. പക്ഷേ ഇങ്ങനെ കേക്ക് മിക്സർ വെച്ചത് മിക്സ് ചെയ്യുമ്പോൾ നല്ല സ്മൂത്തായിട്ടുള്ള കേക്ക് കിട്ടും. അപ്പോൾ ഇതിങ്ങനെ നല്ല പതഞ്ഞ് നല്ല ഫ്ലഫിയാണ്, നല്ല ഇതായിട്ടത് പൊങ്ങി വരുന്നുണ്ട്. ഇപ്പോൾ ആ ഒരു ഗ്ലാസ് ബൗളിന് 1/4 ഭാഗത്തോളം ആയി അത് നിറഞ്ഞു. പിന്നെ ഉള്ള ഒരു സംശയം എന്താണെന്ന് വെച്ചാൽ ഇത് പുറത്തേക്ക് പോകുമെന്നുള്ളതാണ്. ഞാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഗ്ലാസ് ബൗൾ എടുത്തത്. സ്റ്റീലിൻ്റെ ഒരു പാത്രം വലുത് കുഴിവുള്ളത് എടുത്താൽ മതിയായിരുന്നു എന്ന് എനിക്കിപ്പോൾ തോന്നുന്നുണ്ട്. എന്നാലും ഇനിയിപ്പോൾ ഞാൻ പ്ലേറ്റ് ഇത് മാറ്റാനൊന്നും പോകുന്നില്ല. ഇത് നമ്മൾ പൊടിച്ചു വെച്ച പഞ്ചസാരയാണ്. അത് കുറച്ചായിട്ട് മിക്സ് ചെയ്യാം. പിന്നെ നമുക്ക് വേണമെങ്കിൽ അന്നൊന്ന് പൊടിക്കാതെ നമുക്ക് കുറച്ച് പഞ്ചസാര നേരത്തെ തന്നെ പൊടിച്ച് മാറ്റി വയ്ക്കാം. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളപ്പോൾ എടുത്താൽ മതിയല്ലോ. പിന്നെ നമ്മൾ മിക്സിയുടെ ജാറൊക്കെ വളരെ നനവില്ലാത്തതൊക്കെ ആയിരിക്കണം, ഉണങ്ങിയിരിക്കുന്നതായിരിക്കണം എന്നൊക്കെ ശ്രദ്ധിക്കണം. അപ്പോൾ നല്ല ഒട്ടും കട്ടയില്ലാതെ നല്ല സോഫ്റ്റായിട്ട് അത് പൊടിഞ്ഞിരിക്കണം. എന്നിട്ട് എല്ലാം കൂടി ഒരുമിച്ചിട്ട് മിക്സ് ചെയ്യരുത്, കുറച്ചായിട്ട് ചേർത്തിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ അത് എല്ലാം അതിനൊരു മധുരം എല്ലായിടത്തും അത് സ്പ്രെഡ് ചെയ്തോളും. ഇനി നമുക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ ചേർക്കാം. ഇപ്പോൾ ഞാൻ വാനില എസൻസാണ് ചേർക്കാൻ പോകുന്നത്. ഞാനിതിൽ 1 ടീസ്പൂണേ ചേർത്തിട്ടുള്ളൂ. 1.5 ടീസ്പൂണൊക്കെ ചേർക്കാം. പിന്നെ ഇനി ബട്ടർ സ്കോച്ച് ഫ്ലേവർ വേണമെങ്കിൽ അത് ചേർക്കാം. എല്ലാത്തിനും സെയിം റെസിപ്പി തന്നെയാണ്. ഇനി നമുക്ക് ഓയിൽ സൺഫ്ലവർ ഓയിലാണ് നല്ലത്. അത് 1/2 കപ്പാണ് ഞാനിത് ചേർക്കുന്നത്. ഞാൻ മുമ്പ് 1/4 കപ്പ് ചേർത്ത് നോക്കി, വേറെ ഓയിലൊക്കെ ചേർത്ത് നോക്കി. പക്ഷെ അപ്പോൾ കേക്ക് വിചാരിച്ച അത്ര നല്ലതാവണില്ല. വളരെ കട്ടിയുള്ള കേക്കാണ്, ഹാർഡായിട്ടുള്ള കേക്കാണ്. മറ്റേത് ഇത് 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർക്കുമ്പോൾ കേക്ക് നല്ല സോഫ്റ്റ് ആവുന്നുണ്ട്. നല്ല പഞ്ഞ് പോലത്തെ കേക്ക് കിട്ടും. ഇനി മിക്സ് ചെയ്യാണ്. അതൊക്കെ മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻസ് റെഡിയാക്കണം. ഇനി നമുക്കൊരു പാത്രത്തിൽ മൈദ, 1 കപ്പ് മൈദയാണ് എടുക്കുന്നത്. അപ്പോൾ ചിലവരിത് അരിച്ചെടുക്കും കേട്ടോ. എല്ലാം കൂടി ഒരു വലിയ അരിപ്പയിലിട്ടിട്ട് അരിച്ചെടുക്കും. പിന്നെ എൻ്റെ കയ്യിൽ അരിപ്പില്ലാത്തത് കൊണ്ട് ഞാൻ ഡയറക്റ്റായിട്ട് ഇടുകയാണ്. പിന്നെ ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂണാണ്. ഇത് 1/2 ടീസ്പൂൺ ആയതുകൊണ്ടാണ് ഞാൻ 2 വട്ടം ഇട്ടത്. പിന്നെ ബേക്കിംഗ് സോഡ 1/2 ടീസ്പൂൺ, അതും കൂടി ഇടുകയാണ്. എന്നിട്ട് ഞാനിപ്പോൾ അരിപ്പയിൽ അരിച്ചെടുക്കാത്തത് കൊണ്ട് ഞാനൊരു സ്പൂൺ വെച്ച് അതൊന്ന് നല്ലപോലെ മിക്സ് ചെയ്യണം. ഇത് നല്ലപോലെ മിക്സ് ചെയ്തില്ല എങ്കിൽ അതിൻ്റെ ആ ഒരു ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയൊക്കെ കേക്കിൻ്റെ ഒരു വശത്ത് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് കിടക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ കേക്ക് നമ്മൾ കഴിക്കുമ്പോഴേ എവിടേക്കോ ഒരു പുളിരുചി ഒക്കെ ഫീൽ ചെയ്യും. അതുകൊണ്ടാണ്. അപ്പോൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഇതിപ്പോൾ ഞാൻ സ്പീഡിലാണല്ലോ വീഡിയോ കാണിക്കുന്നത്. അപ്പോൾ കുറച്ച് നേരം ഒന്ന് നമ്മൾ നല്ലപോലെ അത് മിക്സ് ചെയ്യണം കേട്ടോ. എന്നിട്ട് അത് അല്പാൽപമായിട്ട് നമ്മൾ ആ നേരത്തെയുള്ള മിക്സിലോട്ട് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ യോജിപ്പിച്ചെടുക്കുമ്പോൾ ഇതിനൊരു ഷേപ്പ് ഉണ്ട് എന്നാണ് പറയുന്നത്. അതായത് യൂട്യൂബിലൊക്കെ ഞാനിതും യൂട്യൂബിൽ നോക്കിയിട്ടാണ് പഠിച്ചത്. എല്ലാവരും റൗണ്ട് ചെയ്യുന്നു, അതിന് ശേഷം ഒന്ന് സെൻറ്ററിലൂടെ ഒന്ന് വരച്ചിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ അതിൽ ബബിൾസ് കൂടുതലായിട്ട് ഫോം ചെയ്യില്ല, കുറേ ബബിൾസ് പോവും എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ പതുക്കെ വേണം നമ്മളത് മിക്സ് ചെയ്യാൻ. ബാക്കിയുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമ്മൾ പതുക്കെ കുറച്ചായിട്ട് ഇടും. അപ്പോൾ കേക്ക് ഉണ്ടാക്കണമെന്നുള്ളത് എൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു. എൻ്റെ മുമ്പത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അങ്ങനെ ഞാനത് പഠിച്ചെടുത്തതാണ്. കുറേ കാലം മുമ്പ്, കുട്ടിക്കാലം തൊട്ടിട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു കേക്ക് ഉണ്ടാക്കണം എന്നുള്ളത്. ഇങ്ങനെ പതുക്കെ എടുത്ത് മിക്സ് ചെയ്യാം. ഞാൻ മുമ്പ് ഈ ഒരു സ്റ്റേജ് എത്തുമ്പോൾ ഞാൻ കേക്ക് മിക്സർ വെച്ചിട്ടാണ് ചെയ്തത്.
പക്ഷേ ഇപ്പോൾ ഇത് പാത്രം ചെറുതായതുകൊണ്ട് അത് തെറിച്ച് പോകുമോ എന്നെനിക്കൊരു സംശയമുണ്ട്. അതാണ് ഞാൻ കുറേയൊക്കെ ഇതിൽ ഇങ്ങനെ സ്പൂൺ വെച്ചിട്ട് തന്നെ ഇത് ചെയ്യുന്നത്. അതെല്ലാം കേക്ക് മിക്സർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് എളുപ്പത്തിൽ കാര്യം നമ്മുടെ പെട്ടെന്ന് അത് റെഡി ആയിക്കോളും. അപ്പോൾ അതൊന്ന് നല്ലപോലെ ഇനി എല്ലാ പൊടികളും കൂടി ഇട്ടതിന് ശേഷം നല്ലപോലെ അത് മിക്സായി കഴിയണം. അപ്പോൾ ഇതിനിടയ്ക്ക് അതിന് കട്ടി കൂടി വരുന്നുണ്ട്. അപ്പോൾ എന്നാലും നമുക്ക് പേടിക്കേണ്ട, നമ്മൾ കുറച്ച് പാല് കരുതി വെച്ചിരിക്കണം. ഫ്രിഡ്ജിൽ നിന്നും ഡയറക്റ്റായിട്ട് ഉള്ള പാൽ ഒഴിക്കരുത്, അല്ലെങ്കിൽ അടുപ്പിൽ നിന്നും തിളപ്പിച്ചെടുത്ത് അതേ ചൂടോട് കൂടി നമ്മൾ പാല് ഈ മിക്സിലോട്ട് ഒഴിക്കരുത്. കുറച്ച് റൂം ടെമ്പറേച്ചറിൽ ആയിക്കഴിയുമ്പോൾ ആ ഒരു പാല് നമ്മൾ ഈ ഒരു ഇതിലോട്ട് ഒഴിച്ച് കഴിയുമ്പോൾ അത് കുറച്ചുകൂടി അത് നല്ലപോലെ ലൂസായി വരും. അപ്പോൾ അതും പ്രധാനമാണ്. അതായത് പാലൊഴിച്ച് അതിന് നമ്മളൊന്ന് ലൂസാക്കി എടുക്കണം. അതല്ലെങ്കിൽ ഇത് ഭയങ്കര തിക്ക് കൺസിസ്റ്റൻസി ആയിട്ടിരിക്കുകയാണെങ്കിൽ കേക്ക് നന്നായിട്ട് ഹാർഡാവും. ഒട്ടും സോഫ്റ്റ്നെസ് കേക്കിന് കിട്ടൂല. അപ്പോൾ അതുകൊണ്ട് കുറച്ച് പാല് ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് നമ്മൾ അല്പമായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുക. അതായത് വല്ലാതെ ലൂസാവണ്ട എന്ന് മാത്രം. കാരണം നമ്മളൊരു കണക്കില്ലാതെ പെട്ടെന്ന് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ വല്ലാതെ വെള്ളം പോലെ ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് അല്പമായിട്ട് ആ പാലൊന്ന് ചേർത്ത് കൊടുത്ത് വയ്ക്കുക. അതുകൊണ്ട് ഞാൻ ഇത് ഉപയോഗിച്ച് മിക്സർ, പക്ഷേ കുറച്ചായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തെറിക്കും. പാലൊഴിച്ച് അത് നല്ല സ്മൂത്താക്കി എടുത്തേക്കുക. ആ സ്മൂത്ത്നെസ്സിലാണ് കേക്കിൻ്റെ സോഫ്റ്റ്നെസ് ഇരിക്കുന്നത്. കുറച്ച് ഇങ്ങനെ നല്ല ഒന്ന് ഇളക്കി, എവിടെയെങ്കിലും പൊടികൾ കട്ട പിടിച്ചിരിക്കുന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് കറക്റ്റായിട്ട് അതെല്ലാം കറക്റ്റ് മിക്സ് ചെയ്ത് വെച്ചിരിക്കണം. നല്ല ആദ്യത്തെ തിക്നെസ്സിനേക്കാളും ഇപ്പോൾ കുറേ നല്ല സ്മൂത്തായിട്ടുണ്ട്. കുറച്ചും കൂടി പാല് ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. അത് നമ്മുടെ ആ കൺസിസ്റ്റൻസി നോക്കിയിട്ട് അത് കുറച്ച് ലൂസാവണം എന്ന് മാത്രമേ ഉള്ളൂ. അത് നമ്മുടെ ഒരു ഔചിത്യം അനുസരിച്ച് നമുക്ക് ചെയ്യാവുന്നതാണ്. ഇപ്പം നല്ല സോഫ്റ്റ്. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് നമുക്കിത് ഒഴിക്കാം. ഇതിനു മുമ്പ് തന്നെ നമ്മൾ ഒരു ദോശക്കല്ലോ അല്ലെങ്കിൽ ഒരു ചപ്പാത്തിക്കല്ലോ ഒന്ന് ചൂടാക്കി വെച്ചേക്കാം. എന്നിട്ട് ഇത് നമ്മളൊന്ന് തട്ടിക്കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലുള്ള ബബിൾസ് പോകുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ബബിൾസ് എല്ലാം പൊട്ടിപ്പോവും എന്നുള്ളതാണ്. ഇതിനിടയിൽ അവിടെ ചപ്പാത്തിക്കല്ല് നമ്മുടെ ചൂടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിലോട്ട് ഇറക്കി വെച്ചു. ഞാൻ ആദ്യം വെച്ച അടപ്പ് ഇതാണ്. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ നമ്മളൊന്ന് നോക്കണം. അപ്പോൾ അത് പൊങ്ങി വരുന്നുണ്ടെങ്കിൽ നമ്മൾ അടപ്പൊന്ന് മാറ്റി കൊടുത്തേക്കാം. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു പാത്രം എടുത്ത് ഞാൻ മൂടി. ഇത് ഞാൻ ഒരു വട്ടം കുത്തി നോക്കി. അപ്പോൾ അത് വെന്തിട്ടില്ല. പിന്നെ നോക്കൂ കേട്ടോ, വെന്തു. ഇപ്പോൾ ഉദ്ദേശം വെന്തിട്ടുണ്ടാവും. ഒരു 30 മിനിറ്റിനുള്ളിൽ ഒക്കെ റെഡിയാവും. അപ്പോൾ നമ്മളൊന്ന് കുത്തി നോക്കിയാൽ മതി. അപ്പോൾ കുത്തി നോക്കുമ്പോൾ ഒന്നും പിടിച്ചിട്ടില്ല. അപ്പോൾ അതിനർത്ഥം നല്ലപോലെ അത് വെന്തിട്ടുണ്ട് എന്നുള്ളതാണ്. 30-35 മിനിറ്റിനുള്ളിൽ ഓൾമോസ്റ്റ് റെഡിയാവും. അപ്പം നമ്മളത് കുത്തി നോക്കിയിട്ട് കറക്റ്റ് ഒന്നും നമ്മൾ കോലിലോ അല്ലെങ്കിൽ കമ്പിയിലോ അല്ലെങ്കിൽ സ്പൂണിലോ അല്ലെങ്കിൽ ഒരു നൈഫിലോ ഒന്നും പിടിക്കുന്നില്ല എങ്കിൽ ഇത് റെഡിയായി എന്നാണ് അർത്ഥം. ഇനി ഇതിൻ്റെ സോഫ്റ്റ്നെസ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് നല്ല സോഫ്റ്റാണ്, പഞ്ഞി പോലെയാണ്. നല്ല സോഫ്റ്റാണ്, കഴിക്കുമ്പോഴും ആ സോഫ്റ്റ് ഉണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് പ്ലേറ്റിലോട്ട് മാറ്റുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്ലേറ്റ് കൊണ്ട് ഇത് മൂടി ജസ്റ്റ് ഒന്ന് കമഴ്ത്തി പിടിച്ചു കഴിഞ്ഞാൽ അതങ്ങോട്ട് വന്നുകൊള്ളും. ഇനി അടിയിൽ ബട്ടർ പേപ്പർ വിരിച്ചിട്ടുണ്ടെങ്കിൽ വളരെ സ്മൂത്തായിട്ട് വരും. അതല്ലെങ്കിൽ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കി ഒന്ന് കത്തി കൊണ്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് കേക്ക് വന്നിട്ടുണ്ട്. ഇനി ഇത് ചൂട് ആറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മുറിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഇതിപ്പോൾ ചൂടുണ്ട്, ഞാനിപ്പോൾ അടുപ്പിൻ്റെ മുകളിൽ വെച്ചിട്ട് തന്നെയാണ്. ഇതിപ്പോഴും നല്ല ചൂടുള്ളതാണ്. ഇനി ഇതും ചൂടോട് കൂടി തന്നെ ഇരിക്കുന്നതാണ്. ഞാൻ ജസ്റ്റ് തൊട്ട് കാണിക്കുന്നതാണ് കേട്ടോ. നല്ല സോഫ്റ്റാണത്. ഞാൻ വീഡിയോ പെട്ടെന്ന് എടുക്കുന്നതിന് വേണ്ടി ഞാനത് തണുപ്പാവാൻ വേണ്ടിയിട്ടോ ചൂടാറുന്നതിന് വേണ്ടി വെയിറ്റ് ചെയ്തില്ല. നമുക്ക് കത്തി ആ നൈഫ് അതിലോട്ട് ഇറക്കുമ്പോഴത് വളരെ സോഫ്റ്റായിട്ടാണ് പോകുന്നത്. നല്ല സോഫ്റ്റാണ്. അപ്പോൾ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ നൈഫ് ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്യാവൂ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ധൈര്യമായിട്ട് ഡിസ്ലൈക്ക് ചെയ്യാം. അപ്പോൾ ഇനിയും നല്ല വീഡിയോവുമായിട്ട് വരാം. ക്രിസ്മസിന് എല്ലാവരും ഇങ്ങനെ ഒരു കേക്ക് ഉണ്ടാക്കി നോക്കുക. വളരെ എളുപ്പമാണ്. ആദ്യം കുറച്ച് ഇൻഗ്രീഡിയൻസ് സ്റ്റോക്ക് ചെയ്തിട്ട് അത് വെച്ചിട്ട് നമ്മൾ ചെയ്ത് നോക്കുക. അത് സക്സസ് ആയി കഴിയുമ്പോൾ നല്ല കേക്ക് ഉണ്ടാക്കുക. എല്ലാവർക്കും സർപ്രൈസ് കൊടുക്കുക. Thank you.